ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ആർക്കാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവർക്കും ചോദിക്കാനുണ്ട്, അറിയാം. ഹു ഈസ് കമ്മിങ് ഫോർവേഡ് ഫസ്റ്റ്? അജയ്, എവിടെ നിന്നൊക്കെ ഒരു എനർജി കേൾക്കുന്നുണ്ടല്ലോ. ഐ കനോട്ട് സീ. നാജിയ, യെസ്, നാജിക്ക് എന്താ ചോദിക്കാനുള്ളത്? ഓക്കെ, അശ്വിതേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് അഷിത് എന്നാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ അസ്ലിമോടാണ്. ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ, അതായത് ആക്ഷൻ ഒരു തീമിലോട്ടുള്ള ട്രാൻസിഷനും അതിനുള്ള പ്രിപ്പറേഷനും അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ആ ബോഡി ബിൽഡിംഗ് സംഭവമൊക്കെ അല്ലേ അതിൻ്റെ ബേസിക്? ബോഡി ബിൽഡിങ് ഞാൻ എന്താ ഇത്രയും സമയത്ത് അത് ഞാൻ പോലും അറിയാതെ അതിന്റെ പാർട്ടായിട്ട് വന്നതാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക്ഔട്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബോഡി അങ്ങനെ സെറ്റാക്കി. റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് റൊമാൻസ് ഉണ്ട്. അയ്യോ, ഇതില് ഒരു ലോഡ് റൊമാൻസ് ഉണ്ട്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇടിയുണ്ട്. മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞ പോലെ അപ്പൊ എങ്ങനെയാ, റൊമാൻസ് ആണോ ഇടിയാണോ കൊടുക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ഇതൊരു ബോക്സിംഗ് പടമായതുകൊണ്ട് കോമ്പറ്റീഷന്റെ ഇതെല്ലാം നമ്മൾക്കൊരു ഗെയിം അല്ലെങ്കിൽ ബോക്സിംഗ് കോമ്പറ്റീഷൻ കണ്ടിരിക്കുന്ന അതേ ത്രില്ലോടുകൂടി തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കോമഡിയിൽ ഫൺ ബേസ് ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിരാശപ്പെട്ടില്ല. ഇടിയുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടാണ്, അപ്പോൾ ആർക്ക് വേണേലും പറയാം. സോ ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ആള് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കേട്ടത് പെർഫെക്ഷനിസ്റ്റ് ആണ്. ആൾക്ക് ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് സാധനം വേണം. സോ ആള് തല്ലുമാല കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡയറക്ടറിൽ സോ ആളുമായിട്ടുള്ള ഈ വർക്കിംഗ് എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ ശരിക്കും പദം തിരുത്തിച്ച പുള്ളി പണിയെടുപ്പിച്ചിട്ട്? തീർച്ചയായിട്ടും അതല്ലേ, എന്നെ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ഞാൻ വരുന്നത്. ഈ പടത്തിലത്തെ ഓരോരുത്തരും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അത് ആവശ്യപ്പെടുന്നത് പടത്തിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്.